ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന 2 സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് പല തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളായിരിക്കില്ല രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ഉണ്ടാവുന്നത്. ഒരു വീട്ടിലെ 2 ആളുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന കുറച്ച് വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് PCOD ഉള്ളത് കൊണ്ടും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും ഉണ്ടാകുന്നത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്നും മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ ആ പ്രഗ്നൻസി നഷ്ടമായി പോയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട്. കുഞ്ഞിന് ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാവുന്ന ആദ്യത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞിന് കൊടുക്കേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാൻ പറ്റാതെ കെമിക്കൽ പ്രഗ്നൻസി ആയി പോയിട്ടുണ്ടായിരുന്ന, കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ട്യൂബൽ പ്രഗ്നൻസി ആയി പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഇനിയെങ്കിലും ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ശരീരം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സ്റ്റെപ്പ് കയറുന്ന സമയത്ത്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം താല്പര്യം ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ലക്ഷണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണ് ഇതെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയെ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശരീരം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആ ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രം ശരീരം ശ്രദ്ധിക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആ ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക. ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്ന 2 പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് വജൈനൽ ഇച്ചിങ് ആണ്. ഒരു സ്ത്രീക്ക് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് സമയത്തും വേണമെങ്കിലും വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ യോനി ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഏറ്റവും കൂടുതൽ നമ്മളിൽ പെട്ടെന്നൊരു ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വജൈനൽ ഇച്ചിങ് നമുക്ക് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പലർക്കും വജൈനയിൽ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്തും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഈ ചൊറിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീക്കും പ്രഗ്നൻസി അല്ലാത്ത സ്ത്രീകൾക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞ നിറത്തോട് കൂടിയിട്ടുള്ള കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ഒപ്പം ചൊറിച്ചിലിനോട് നമുക്ക് അനുഭവപ്പെടുക. ചെറിയൊരു ഫൗൾ സ്മെല്ല് ഇതിന് ഉണ്ടാകാം. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പലർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തേക്ക് കുറച്ചധികം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നു. ഇങ്ങനെ വരുമ്പോഴേക്കും പല ബാക്ടീരിയാസും അവിടെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ സംഭവിക്കാം. പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് വരുമ്പോഴേക്കും അത് നമ്മുടെ pH ബാലൻസിനെ അഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാം. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജ് ആണ്. വജൈനൽ ഡിസ്ചാർജ്, വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത് നമ്മളിൽ ഡിസ്ചാർജ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വെറ്റ്നസ് കൂടുതലായിട്ട് അനുഭവപ്പെടുമ്പോഴേക്കും ഇങ്ങനെ നമുക്കൊരു ചൊറിച്ചിൽ അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടുതൽ ഓവുലേഷൻ ഡിസ്ചാർജ് ഉള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വജൈനയിൽ നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാവാനായിട്ടും കാരണമാവുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് വജൈനയിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വജൈനയിൽ ഒരു മോയ്സ്ചർ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഒരുപാട് വരണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറില്ല. വജൈനൽ ഡിസ്ചാർജ് തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ടും വജൈന ആ ഒരു ഭാഗത്തെ ഹെൽത്തി ആയിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ചൊറിച്ചിൽ അവിടെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളും അതുപോലെ ഡ്രൈനെസ് അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും കുറവാണ്. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു ഹോർമോൺ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുമ്പോൾ, അതായത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോർഷനിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണും സെക്കൻഡ് പോർഷനിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ്. ഇവിടെ ഒരു ഹോർമോൺ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുമ്പോഴേക്കും മറ്റൊരു ഹോർമോൺ അവിടെ കുറവായിരിക്കും ശരീരത്തിൽ ഉണ്ടാവുന്നത്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ ഹോർമോണും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരുപോലെ തന്നെ ഇൻക്രീസ് ആകും. എന്നാലേ ശരീരത്തിൽ ആ ഒരു കുഞ്ഞിനെ നല്ലതുപോലെ പ്രഗ്നൻസിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
അങ്ങനെ ഈ രണ്ട് ഹോർമോൺസും ഇൻക്രീസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലെ മോയ്സ്ചർ, അതായത് ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മുടെ ശരീരം ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് തരുന്ന ആ ഒരു മോയ്സ്ചർ നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നു. ഈ മോയ്സ്ചർ കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വജൈനൽ ഡ്രൈനെസ് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഫീൽ ചെയ്യാം. ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആകുമ്പോഴേക്കും പല സ്ത്രീകൾക്കും വജൈനയിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം സ്ത്രീകൾക്ക് വജൈനയിൽ ഡ്രൈനെസ്സും അനുഭവപ്പെടാറുണ്ട്. ഡിസ്ചാർജ് ഇല്ലാത്ത ഒരു അവസ്ഥ, അതായത് ഒരു തരത്തിലുള്ള ഡിസ്ചാർജും അവിടെ വരാതെ ഉണങ്ങിയിരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ, ഇതും പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനൊരു വജൈനയിൽ നിന്ന് ഒരു ഡിസ്ചാർജും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതും നമുക്ക് ഡ്രൈനെസ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളാണ്. മൂന്നാമത്തെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്തെ ഹോർമോൺ ഷിഫ്റ്റ് മൂലം നമുക്ക് ആൻസൈറ്റിയും അതുപോലെ സ്ട്രെസ്സും നമ്മൾ ചിന്തിക്കാത്ത രീതിക്ക് തന്നെ ചിലപ്പോൾ ഉയരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുന്നതും വജൈനയിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് തിങ്ക് ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ്. അതുപോലെ ഈസിലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് കേട്ടോ. ഈ രണ്ട് ലക്ഷണങ്ങളാണ്, അതായത് വജൈനൽ ഇച്ചിങ്ങും വജൈനൽ ഡ്രൈനെസ്സുമാണ് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ലക്ഷണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് പോലെ തന്നെ വജൈനയിലും വ്യത്യാസം ഉണ്ടാകും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാൻറ്റീസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇച്ചിങ്ങും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ, ഇച്ചിങ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പാൻറ്റീസ് ഒരു ദിവസം 2 നേരമെങ്കിലും നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഓവുലേഷന് ശേഷം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ നിങ്ങൾ എന്തോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്റിമേറ്റ് ഹൈജീൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു വജൈനയെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ധാരാളം വെള്ളവും വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കുക. കാരണം വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വജൈനയിൽ കൂടുതൽ ഹെൽത്തി ആക്കാനായിട്ട് അത് സഹായിക്കുന്നു. വജൈനൽ ഡിസ്ചാർജുകളുടെ ഈസി ആയിട്ടുള്ള ഫോർമേഷനും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.